അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് ചിന്തിക്കാം. ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അഭിമുഖീകരിക്കേണ്ടതായ തിന്മകളാണ് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അഭിമുഖീകരിക്കേണ്ടതായ തിന്മകൾ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അഭിമുഖീകരിക്കേണ്ടതായ തിന്മകൾ എന്തെല്ലാം, അതാണ് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം പ്രാരംഭമായിട്ട് ഇന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പ്ലീസ്. ഞാൻ 3-ാം അധ്യായത്തിന്റെ 2 തിമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 9 വരെ വായിച്ചാൽ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാസ്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂണുകടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അന്നേസും അംബ്രേസും മോശയോട് എതിർത്തു നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരുമത്രേ. അവർ അധികം മുഴുക്കയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. അതെ, താങ്ക് യു. ശുശ്രൂഷയുള്ള അഭിമുഖീകരിക്കേണ്ടതായ അനേക വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഈ 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ വായിച്ചു കേൾക്കുവാനായിട്ട് ഇടയായത്. ഇവിടെ ആരംഭിക്കുന്നതായ വാക്ക് അന്ത്യകാലത്ത് എന്നുള്ളതായ ഒരു വാക്കാണ്. അന്ത്യകാലം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക എന്ന് പറഞ്ഞാണ് ഈ ഭാഗം ഇവിടെ ആരംഭിക്കുന്നത്. എന്താണ് അന്ത്യകാലം എന്ന് പറയുന്നത്? നാം ഇപ്പോൾ ആയിരിക്കുന്നതായ ഈ കൃപായുഗത്തിന്റെ മറ്റൊരു പേരാണ് അന്ത്യകാലം. അന്ത്യകാലം. അങ്ങനെയാണെങ്കിൽ ഈ അന്ത്യകാലത്തിന്റെ അന്ത്യസമയത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാണ് അന്ത്യകാലം ആരംഭിച്ചതെന്ന് പറയാമോ? എന്നാണ് അന്ത്യകാലം ആരംഭിക്കുന്നത്? അന്ത്യകാലം എന്ന് പറയുന്ന ഒരു പ്രത്യേക പീരീഡാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ ആരംഭിച്ച സമയം മുതലാണ് അന്ത്യകാലം ആരംഭിച്ചത്. അന്നത്തെ പ്രസംഗത്തിൽ യോവേൽ പ്രവചനത്തിൽ നിന്ന് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എടുത്ത് പ്രസ്താവിക്കുന്ന ഒരു ഭാഗം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ളതായ യോവേൽ പ്രവചനത്തിലെ ഒരു ഭാഗം അവിടെ പത്രോസ് എടുത്ത് പ്രസ്താവിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അന്ത്യകാലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പീരീഡാണ്. അത് പെന്തക്കോസ്ത് നാളിലാണ് ആരംഭിച്ചത്. എന്നാൽ
അന്ത്യകാലം അവസാനിക്കുന്നത് എപ്പോഴാണ്? കർത്താവിന്റെ രണ്ടാമത്തെ വരവിലാണ് അന്ത്യകാലം അവസാനിക്കുന്നത്. അപ്പോൾ ഈ കൃപായുഗത്തെയാണ് എങ്ങനെ വിളിക്കുന്നത്? അന്ത്യകാലമെന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഈ അന്ത്യകാലത്തിന്റെ അന്ത്യ സമയത്താണ് ആയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നുവെന്നുള്ളതായ ആ വിശ്വാസത്തോടെ ജീവിക്കുന്ന നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം എല്ലാവരും ആയിരിക്കുന്നത് ഈ അന്ത്യകാലത്തിന്റെ അവസാനത്തെങ്കിലാണ്. എത്രയും വേഗത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് വരും. എന്തിനാ വരുന്നത്? തന്റെ സഭയെ ഈ ലോകത്തിൽ നിന്ന് എടുക്കുവാൻ വേണ്ടിയാണ്. ദൈവസഭയുടെ ഉൽപ്രാവണം ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയണം. അപ്പോ അന്ത്യകാലത്ത് സംഭവിക്കുന്നതായ അടയാളങ്ങളിൽ ഒന്നാണ് ദുർഘട സമയം. അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഒരുപാട് അടയാളങ്ങളെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾപ്പാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞു. അപ്പൊ അന്ത്യകാലത്തിന്റെ ഒരു അടയാളമാണ് ദുർഘട സമയം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാരംഭമായിട്ട് അന്ത്യകാലത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് അല്പമായി ചിന്തിച്ചിട്ട് മുൻപോട്ട് പോകാം. അന്ത്യകാലത്തിന്റെ അടയാളങ്ങൾ എന്തെല്ലാം? ഒരു ഹെഡിങ് എഴുതി വേണം അടുത്ത ഭാഗങ്ങൾ രേഖപ്പെടുത്തുവാൻ. ഒന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്, ദുർഘട സമയങ്ങൾ വരും. 2 തിമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്തിന്റെ ഒരു അടയാളമാണ് ദുർഘട സമയങ്ങൾ വരും എന്നുള്ളത്. 2, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും. മത്തായി 24:24. അടുത്തത്, സത്യത്തോട് എതിർത്ത് നിൽക്കുന്ന കാലം വരും. രണ്ട് തിമോഥെയോസ് 4:4. അടുത്തത്, രാജ്യം രാജ്യത്തോട് എതിർക്കും. രാജ്യം രാജ്യത്തോട് എതിർക്കും. മത്തായി 24:7. അടുത്തത്, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും.
യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കേൾക്കും. മത്തായി 24:6. അടുത്തത് ഭൂകമ്പവും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭൂകമ്പവും ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാകും. മത്തായി 24:7. അടുത്തത് നോഹയുടെ കാലം പോലെയുള്ള കാലം വരും. മത്തായി 24:37. അടുത്തത് അധർമ്മം പെരുകുകയും സ്നേഹം കുറയുകയും ചെയ്യും. അധർമ്മം പെരുകുകയും സ്നേഹം കുറയുകയും ചെയ്യും. മത്തായി 24:12. അടുത്തത് ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ലൂക്കോസ് 21:25. അടുത്തത് സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കാണും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ കാണും. ലൂക്കോസ് 21:25. അടുത്തത് ദുഷ്ടമനുഷ്യർ ദോഷത്തിൽ മുന്നേറും. രണ്ട് തിമോഥെയോസ് 3:13.
അടുത്തത് നിക്ഷേപം സ്വരൂപിക്കും. മനുഷ്യർ നിക്ഷേപങ്ങൾ സ്വരൂപിക്കും. യാക്കോബ് 5:1 മുതൽ 5 വരെ. നമുക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഇവിടെ അന്ത്യകാലത്തിന്റെ ലക്ഷണമായിട്ട് തിമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അപ്പൊ ആ ദുർഘട സമയത്ത് ഉണ്ടാകുന്നതായ ആ കാര്യാദികളാണ് അതിന്റെ 5 വരെയുള്ളതായ വാക്യങ്ങളിൽ പൗലോസ് പ്രസ്താവിച്ചിരിക്കുന്നത്. അനേക കാര്യങ്ങളാണ് ഇവിടെ പൗലോസ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് നിങ്ങൾ അതിനെ വേർതിരിച്ച് എഴുതി പഠിക്കുന്നത് നല്ലതാണ്. മനുഷ്യരെ സംബന്ധിച്ച് പറയുകയാണ്, അവര് സ്വസ്നേഹികളായിത്തീരും. സ്വസ്നേഹികൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ളതായ സ്നേഹം കുറഞ്ഞിട്ട് തന്നോട് തന്നെയുള്ള തന്നിഷ്ടം അത് വർദ്ധിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവിന്റെ ഉപദേശത്തിൽപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? തന്നെത്താൻ ത്യജിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്, അല്ലേ? തന്നെത്താൻ ത്യജിച്ചു തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുന്നവനാണ് ആര്? കർത്താവിന്റെ ശിഷ്യൻ. എന്നാൽ അതിന് എതിരായിത്തീരും എപ്പോൾ? അന്ത്യകാലത്ത്. മറ്റുള്ളവരെ സ്നേഹിക്കാതെ തന്റെ കാര്യം മാത്രം, തന്നിഷ്ടം നിവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും അന്ന് എന്നാണ് സ്വസ്നേഹികൾ എന്നുള്ള വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് പറയുകയാണ്, അവര് സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. ഉണ്ടോ? അത് നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ അറിയാം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലമാണ്. ദ്രവ്യാഗ്രഹ നിമിത്തമായിട്ട് വിശ്വാസം വിട്ടു പോയതായ അനേകരെ കുറിച്ച് പഴയ നിയമഭാഗത്തും പുതിയ നിയമഭാഗത്തും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദ്രവ്യാഗ്രഹികൾ. അടുത്തതായിട്ട് പറയുകയാണ് വമ്പ് പറയുന്നവർ എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസ എന്നൊരു അർത്ഥം അതിനുണ്ട്. റോമാലേഖനം 1:30 കൂടെ ചേർത്താണ് ആ വാക്ക് നമ്മൾ പഠിക്കേണ്ടത്. ആത്മപ്രശംസ ഉണ്ടാകും. വീണ്ടും പറയുകയാണ്, അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും. അങ്ങനെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രസ്താവിച്ചതായിരിക്കുന്ന നിലയിൽ തന്നെ ഇന്നത്തെ ലോകം എത്തിച്ചേർന്നിരിക്കുന്നുവെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം ആയിരിക്കുന്ന ഈ തലമുറയിൽ തന്നെ
അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, എത്തിച്ചേർന്നിരിക്കുന്നത്. ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും രാഷ്ട്രീയക്കാരും നിഗളികളും ഭോഗപ്രിയരും ഇങ്ങനെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായി തീരും. ഇങ്ങനെയുള്ളതായ അനേക കാര്യങ്ങൾ പൗലോസ് തിമോത്തിയോസിനോടുള്ള ബന്ധത്തിൽ ഇവിടെ എഴുതി അറിയിച്ചിരിക്കുകയാണ്. എന്തിനാണ് തിമോത്തിയോസിനോട് ഇത് പറഞ്ഞ് പൗലോസ് അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ളവരിൽ നിന്നെല്ലാം നീ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം. കാരണം ഈ പ്രവൃത്തികൾ കാണുമ്പോൾ നീ ഓർക്കണം, ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഈ ദുർഘട സമയത്ത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, ഇതെല്ലാം നീ കാണുമ്പോൾ ഇങ്ങനെയുള്ളവരിൽ നിന്ന് നീ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ദൈവം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് വിജയകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവസന്നിധാനത്തിൽ നീ തികയ്ക്കണമെങ്കിൽ, ഈ പറയപ്പെട്ടതായിരിക്കുന്ന അന്ത്യകാല ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ദുർഘട സമയങ്ങളിൽ കാണുന്നതായിരിക്കുന്ന ഈ പറയപ്പെട്ടതായിരിക്കുന്ന വിഷയങ്ങൾ നീ കാണുമ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് നീ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം എന്ന് പൗലോസ് തിമോത്തിയോസിനെ ഉപദേശിക്കുന്ന ഭാഗമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ അവിടെ അധികം വിശദീകരിക്കുന്നില്ല. തുടർന്ന് അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ നാം നോക്കിയാൽ, വീടുകളിൽ നൂണ് കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. നമ്മള് കഴിഞ്ഞ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ദുരുപദേശത്തെക്കുറിച്ചും ദുരുപദേഷ്ടക്കന്മാരെ കുറിച്ചൊക്കെ പല കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്ത് ചിന്തിച്ചതാണ്. വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെയാണ് പൗലോസ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് ആ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വീണ്ടും തിമോത്തിയോസിനെ ഓർപ്പിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ വായിച്ചു കേൾക്കുവാനിടയായത്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന ദുരുപദേഷ്ടക്കന്മാരായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതായിരിക്കുന്ന അവരെന്ത് ചെയ്യും? അവർ ചില വീടുകളിൽ നുഴന്നു കടക്കും, നൂണ് കടക്കും. എന്തിനാണെന്നറിയാമോ? അവിടെ പാപഭാരത്താലും പലവിധ ദുരാശകളാലും വലയുന്ന ദുർബല സ്ത്രീകളെ വശീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് ആ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ സ്ത്രീകൾ എപ്പോഴും പഠിച്ചിട്ടും അല്ലെങ്കിൽ പഠിപ്പാൻ തയ്യാറാണെങ്കിലും അവരെ സംബന്ധിച്ചുള്ളതായ കുറവ്, ന്യൂനത പൗലോസ് പറയുന്നതാണ്, ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ അവര് എത്തിച്ചേർന്നിട്ടില്ലാത്തവരാണ്. അതിന്റെ മറ്റൊരു തർജ്ജിമ ഞാനിവിടെ പറയാം. അതായത് അതിന്റെ ശരിയായ തർജ്ജിമ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അവരിൽ ചിലർ വീടുകളിൽ നുഴന്നു കടന്ന്
അവിടെ പാപഭാരത്താലും പലവിധ ദുരാശകളാലും വലയുന്ന ദുർബല സ്ത്രീകളെ വശീകരിക്കുന്നു. ആ സ്ത്രീകൾ എപ്പോഴും പഠിപ്പാൻ തയ്യാറാണെങ്കിലും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്താൻ കഴിയാത്തവരാണ് എന്നാണ് അതിന്റെ യഥാർത്ഥമായ തർജ്ജിമ. എല്ലാ സ്ത്രീകളെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും അങ്ങനെ വശീകരിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഇവര് ആരാണെന്നറിയാമോ? അവര് പാപഭാരത്താൽ വലയുന്നവരാണ്, ദുരാശകളുള്ളവരാണ്. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കിയിട്ട് അവരെ വശീകരിക്കുന്നതായ ഒരു പ്രവണതയാണ് ആ ദുരുപദേശകന്മാരിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് സാധിക്കുന്നത്. അവര് ചഞ്ചലചിത്തരായ ഹൃദയമുള്ളവരായിട്ടായതുകൊണ്ടാണ് ഇവരുടെ വലയിൽ അകപ്പെട്ടു പോകുന്നത്. അത് വളരെ നമ്മൾ ഈ കാലങ്ങളിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ വശീകരിക്കപ്പെടുന്നത്? അത് വ്യക്തമായി പൗലോസ് പറഞ്ഞു. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ അവരെന്ത് ചെയ്തിട്ടില്ല, എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ നാം ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവവചനം പഠിച്ച് അറിവ് സമ്പാദിക്കുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. പിന്നെയോ യഥാർത്ഥ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ എത്തിച്ചേരണമെന്നുള്ളതാണ് ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. അതിനാണ് നമ്മൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുന്നത്. ദൈവവചനം പഠിക്കുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രായപൂർത്തിയിലേക്ക് എത്തിച്ചേരുന്നതായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ശിശുത്വങ്ങൾ മാറി ഒരു പ്രായപൂർത്തിയിലേക്ക് എത്തുന്നത് പോലെ എല്ലാ നിലകളിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നാം പഠിക്കുമ്പോൾ നാം അത് പഠിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം. മാത്രമല്ല, അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഭർത്താക്കന്മാർ വീട്ടിലില്ലാത്തതായ തക്കം നോക്കിയാണ് ഇങ്ങനെയുള്ളവർ പല വീടുകളിൽ കടന്നു ചെല്ലുന്നത്. അപ്പോൾ അതിന്റെ ഉദ്ദേശം വേറെയാണ്. ഭർത്താക്കന്മാർ ഭവനത്തിലില്ലാത്ത സമയങ്ങൾ നോക്കി അവര് ഇങ്ങനെയുള്ളതായ സ്ത്രീകളെ സന്ദർശിക്കും. അപ്പോൾ ഇത് പൗലോസിന്റെ ശുശ്രൂഷ കാലത്ത് തന്നെ പൗലോസ് മനസ്സിലാക്കിയ ഒരു കാര്യമായതുകൊണ്ടാണ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ താന് ഇതെഴുതി അറിയിക്കുന്നത്. ഇത് വാസ്തവത്തിൽ പൗലോസിന്റെ കാലത്ത് ആരംഭിച്ചതല്ല കേട്ടോ. പിന്നെയും പുറകോട്ട് നമ്മൾ ചിന്തിച്ചാൽ ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച കാര്യമായത് അല്ലേ? പൗലോസിന്റെ കാലത്ത് ആരംഭിച്ചതല്ലിത്. സാത്താൻ ഹവ്വായെ വശീകരിച്ചതായ സമയത്ത് ഹവ്വായോടൊപ്പം ആരില്ലായിരുന്നു? ആദാമില്ലായിരുന്നു. ആ ഭാഗം നമ്മളൊന്ന് ചിന്തിച്ചാൽ, ആദമിനോട് ദൈവം പറഞ്ഞതായിരിക്കുന്ന പ്രമാണം തീർച്ചയായും ആദാം ആരോട് പറഞ്ഞിട്ടുണ്ട്? ഹവ്വയോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിന്റെ നായകൻ എന്ന് പറയുന്നത്
വാസ്തവത്തിൽ അവിടുത്തെ ഗൃഹനാഥനാണ്. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് ഭർത്താവിന് ഭാര്യ എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. അവിടെ കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഒരു താഴ്ത്തി കെട്ടുന്ന അനുഭവമാണെന്ന് ആരും ചിന്തിക്കരുത്. ഭർത്താവ് വലിയ ആളും ഭാര്യ അതിന് താഴെയാണെന്നും ചിന്തിക്കരുത്. പിതാവായിരിക്കുന്ന ദൈവത്തിന് പുത്രൻ താനും കീഴടങ്ങിയിരുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ സ്വർഗീയ കുടുംബത്തിന്റെ ഒരു പകർപ്പാണ് ഭൂമിയിലുള്ള കുടുംബം. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കുടുംബത്തെ നയിക്കേണ്ടതും കുടുംബത്തെ പണിയേണ്ടതും കുടുംബത്തെ നിയന്ത്രിക്കേണ്ടതും അവിടുത്തെ കുടുംബനാഥനാണ്. ആ കുടുംബനാഥനാണ് ആ കുടുംബത്തെ ഭരിക്കേണ്ടത്. അപ്പോൾ ആദാം ഇല്ലാത്തതായിരിക്കുന്ന ഒരു സമയത്താണ് ഹവ്വായെ സാത്താൻ വശീകരിച്ചത്. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം തിമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. സാത്താനാൽ വശീകരിക്കപ്പെട്ടത് സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു കാര്യം ഹവ്വായിക്ക് ചെയ്യാമായിരുന്നു. എന്താണ്? ഈ ഫലത്തെ സംബന്ധിച്ച് പാമ്പിൽ കൂടെ സാത്താൻ അവളോട് പറയുമ്പോഴൊക്കെ അത് തിന്നാനായിട്ട് അവളെ പ്രേരിപ്പിക്കുമ്പോൾ അവൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറയാമായിരുന്നു. എൻ്റെ ഭർത്താവായിരിക്കുന്ന ആദമിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, അതിനുശേഷം ആകാം എന്ന് വേണമെങ്കിൽ ഒന്ന് പറയാമായിരുന്നു. പക്ഷേ അതിന് അവള് ഒരുമ്പെട്ടില്ല. അതാണ് അവിടെ സംഭവിച്ചതായിരിക്കുന്ന തെറ്റെന്ന് പറയുന്നത്. അപ്പോ അതുപോലെ ഭർത്താക്കന്മാർ വീട്ടിലില്ലാത്ത തക്കം നോക്കി ഇങ്ങനെയുള്ളതായിരിക്കുന്ന ദുരുപദേഷ്ടക്കന്മാർ സ്ത്രീകളെ സന്ദർശിക്കും. അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്ത് പറയുവാനായിട്ടിടയായത്. ഇന്നും ഈ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സ്ത്രീകളെ വശീകരിപ്പാൻ വരുന്ന ദുരുപദേഷ്ടാക്കന്മാര് പാപത്തിന് അവർ വില കൊടുത്തിട്ടില്ല, അതിനെ ഘനമായി എടുത്തിട്ടില്ല. അത് മാത്രമല്ല, നിത്യശിക്ഷാവിധി അവര് നിരസിക്കുന്നവരുമായിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ചതിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എല്ലാവരും എത്തിച്ചേരണം എന്നാണ് പൗലോസ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നതിന്റെ അർത്ഥം. അടുത്തതായിട്ട് നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങൾ നാം ചിന്തിച്ചാൽ 10 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാമോ? 10 തൊട്ട് 12 വരെ വായിച്ചേ. നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. താങ്ക് യു. നോക്കിക്കേ, പൗലോസിന് ശുശ്രൂഷാ കാലങ്ങളിൽ സംഭവിച്ചതായ ഓരോ കഷ്ടങ്ങളെ പറ്റിയും തിമോഥെയോസ് നന്നായിട്ട് അറിവുള്ളവനാണ്. പൗലോസും തിമോഥെയോസും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തിലുടനീളം പൗലോസിന്റെ ഉപദേശവും നടത്തയും
താല്പര്യപൂർവം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ആര്? തിമോത്തിയോസ്. ഒരു അപ്പൻ മകൻ എന്നുള്ള നിലയിലായിരുന്നു ഈ പൗലോസും തിമോത്തിയോസും ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ ആയിരുന്നത്. അപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിരിക്കുന്ന ഓരോ തരത്തിലുള്ള കഷ്ടതയെ പറ്റിയൊക്കെ വ്യക്തമായി കേട്ടും കണ്ടും അറിഞ്ഞ വ്യക്തിയാണ് ആര്? തിമോത്തിയോസ്. ആ തിമോത്തിയോസിന് ലേഖനത്തിൽ കൂടെ എഴുതി അറിയിക്കുകയാണ്, ഇതെല്ലാം നിനക്ക് നന്നായി അറിവുള്ളതാണല്ലോ എന്ന് താന് തിമോത്തിയോസിനെ എഴുതി അറിയിക്കുകയായിരുന്നു. ആയതിനാൽ പൗലോസ് ഇതിന്റെ എല്ലാം മധ്യത്തിൽ മാതൃക കാണിച്ചതായ ഉപദേശം, പൗലോസിന്റെ നടപ്പ് അഥവാ ജീവിതം, പൗലോസിന്റെ ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എല്ലാം തിമോത്തിയോസ് വ്യക്തമായി മനസ്സിലാക്കിയ വ്യക്തിയാണ്. പൗലോസിന്റെ ജീവിതത്തിൽ മരണകരമായിരിക്കുന്ന നിലകളിലുള്ളതായിരിക്കുന്ന ഉപദ്രവങ്ങൾ വരെ പൗലോസ് അനുഭവിച്ച വ്യക്തിയാണ്. എന്നാൽ കർത്തൃനാമത്തിന് വേണ്ടി മരിക്കണമെന്നുള്ളതായ ഒരു നല്ല തീരുമാനം പൗലോസിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ഈ കാര്യങ്ങൾ എടുത്ത് പ്രസ്താവിച്ചിരിക്കുന്നത്. നീയോ എന്റെ ഉപദേശം, എന്റെ നടപ്പ്, എന്റെ ഉദ്ദേശം, എന്റെ വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് നീ. അത് ഒരു ഭംഗി വാക്കായിട്ട് പൗലോസ് തിമോത്തിയോസിനോട് പറയുകയല്ല. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് നന്നായിട്ട് അറിയാം, നീ അതിന് സാക്ഷിയാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പൗലോസ് തിമോത്തിയോസിനോട് ഈ കാര്യങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നത്. എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഈ കാര്യങ്ങൾ പൗലോസിനെ കുറിച്ച് തിമോത്തിയോസിന് അറിയാം എങ്കിലും ലേഖനത്തിൽ കൂടെ എന്തിനാണ് ഇത് വീണ്ടും താൻ ഓർപ്പിക്കുന്നത്? അതിന്റെ അർത്ഥം കർത്താവിന്റെ വേല എന്ന് പറയുന്നത് കഷ്ടങ്ങൾ നിറഞ്ഞതാണ്, എതിർപ്പുകൾ നിറഞ്ഞതാണ്, ഉപദ്രവങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ കടന്നുപോയതായിരിക്കുന്ന ഈ സമയത്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ നടപ്പും ഉദ്ദേശവും വിശ്വാസവും ദീർഘക്ഷമയും സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ നീ മനസ്സിലാക്കിയതുപോലെ മകനെ നീയും അതുപോലെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പൗലോസ് ലേഖനം തിമോത്തിയോസിന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. കണ്ടോ? അപ്പോൾ ആര് ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നോ അവർക്ക് ഉപദ്രവം ഉണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞത്, അവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്തിയുള്ള ജീവിതത്തെ പറ്റി ഇടയലേഖനത്തിൽ വളരെ ധാരാളം ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയാൻ കാരണം പൗലോസിന്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? വളരെ
ഭക്തിയുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അത് എടുത്ത് പ്രസ്താവിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനോടുള്ള ഭക്തിക്ക് താൻ കൊടുക്കുന്നതായ വിലയാണ് തൻ്റെ ശരീരത്തിലെ മുറിപ്പാടുകൾ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം അതെല്ലാം തൻ്റെ ജീവിതത്തിൽ താന് അനുഭവിച്ച വ്യക്തിയാണ്. കർത്തൃസേവ നിമിത്തം കൊരിന്ത ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള ആ വലിയ കഷ്ടത നമുക്കറിയാം, അല്ലേ? കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, പട്ടിണി, നഗ്നത എന്ന് വേണ്ട, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി തന്റെ ശരീരം താൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിന് ആ ശരീരത്തിൽ ഇനി എന്തൊക്കെ സഹിച്ചെന്ന് പറഞ്ഞാലും താന് കർത്തൃവേലയിൽ നിന്നൊരിക്കലും പുറകോട്ടില്ലെന്നുള്ള അർത്ഥത്തിലാണ് ഈ കാര്യം നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ശ്രദ്ധിക്കുക, 13-ാം വാക്യം പറയുന്നത് ദുഷ്ടമനുഷ്യരും, വായിക്കാമോ? ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നവരും നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. എന്നാൽ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അയ്യോ, ആ ഭാഗങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതായിരിക്കുന്ന വേദഭാഗങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. പൗലോസിന് സംഭവിച്ചതായിരിക്കുന്ന കഷ്ടതകളെ പറ്റി തിമോഥെയോസിനോട് താന് വിവരിക്കുകയും ഇതെല്ലാം നിനക്കറിയാവുന്ന കാര്യമാണെന്ന് പറയുകയും ചെയ്തിട്ട് ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവമുണ്ടാകുമെന്ന് അവനെ ഓർമ്മിപ്പിച്ചിട്ട് പൗലോസ് മടങ്ങി മറ്റൊരു വിഷയത്തിലേക്ക് ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും എന്നാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടമനുഷ്യരും കപടനാട്യരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും ദോഷത്തിൽ മുതിർന്നു വരും. ദുഷ്ടരായവർ മറ്റുള്ളവരെ വഞ്ചിപ്പാൻ ശ്രമിക്കുമ്പോൾ സ്വയം വഞ്ചിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തിമോഥെയോസിനോട് നീ വഞ്ചിക്കപ്പെടുവാൻ ഇടയാകാതെ സ്ഥിരമായി നിൽക്കണം എന്ന അർത്ഥത്തിലാണ് ഈ ഭാഗം പൗലോസ് തിമോഥെയോസിന് എഴുതിയിരിക്കുന്നത്. എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് പൗലോസ് ഇവിടെ തിമോഥെയോസിനോട് പറഞ്ഞിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലും ഈ പറയപ്പെട്ട കൂട്ടർ ലോകത്തിലുണ്ട്. സത്യമുണ്ടെങ്കിൽ അസത്യമുണ്ട്, നല്ല നാണയം ഉണ്ടെങ്കിൽ കള്ളനാണയമുണ്ട് എന്ന് പറയുന്നത് പോലെ ദുഷ്ടമനുഷ്യരും കപട നാട്യക്കാരും അവർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് അവർ ദോഷത്തിൽ അവരെന്ത് ചെയ്യുകയാണ്? മുതിർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടരായവർ മറ്റുള്ളവരെ വഞ്ചിക്കാൻ ശ്രമിച്ചാൽ അവരെന്ത് ചെയ്യുകയാണ്? സ്വയം വഞ്ചിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തിമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, നീ ഇതിലകപ്പെട്ടു പോകരുത്.
എത്ര മുന്നറിയിപ്പാ പൗലോസ് കൊടുക്കുന്നറിയാമോ? കാരണം അത്രമാത്രം പരിപാവനമാണ് ദൈവ ശുശ്രൂഷ. ആ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ ലൈൻ നീ വിട്ടുകളയരുത്. അത് വളരെ പ്രാധാന്യമേറിയ ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്ക് വിലയുണ്ട്. അത് നീ നഷ്ടപ്പെടുത്തി കളയാതിരിക്കണമെങ്കിൽ നീ ഇതെല്ലാം മനസ്സിലാക്കി എന്ത് ചെയ്യണം? സ്ഥിരതയോടെ നിൽക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നല്ല ദാസനേ എന്നുള്ള വിളിക്ക് അർഹരായി തീരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് എത്തിച്ചേർന്നിരിക്കുന്ന നാം ഈ മാറ്റമില്ലാത്ത വചനം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അത് വളരെ ആഴ്ത്തി എഴുതുന്ന ഒരു നല്ല തീരുമാനമെടുക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് രാത്രി ഓർപ്പിക്കുവാനുള്ളത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നീയോ ഇന്നവരോട് പഠിച്ചുവെന്ന് ഓർക്കുകയും ക്രിസ്തു യേശുവിനുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാ. എത്ര ആഴമായ ഒരു വേദഭാഗമാണ് അല്ലേ? അപ്പൊ ഇതിന്റെ മധ്യത്തിൽ നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? നീ ഇന്നവരോട് പഠിച്ചുവെന്ന് നീ എന്ത് ചെയ്യണം? ഓർക്കണം. അപ്പം പഠിപ്പിച്ചവരെ എന്ത് ചെയ്യണമെന്നാ? ഓർക്കണമെന്നാ അതിന്റെ അർത്ഥം അല്ലേ? ഇന്നവരോട് പഠിച്ചുവെന്ന് നീ ഓർക്കണം. അങ്ങനെ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നീ എന്ത് ചെയ്യണം? നിലനിൽക്കണം. അവിടെ പൗലോസ് അങ്ങനെ പറയാൻ കാരണം തിമത്തിയോസ് പഠിച്ചത് ആരിൽ നിന്നാണ്? പൗലോസിൽ നിന്നാ അല്ലേ? പൗലോസിൽ നിന്നാണ് വാസ്തവത്തിൽ ഇതെല്ലാം എന്ത് ചെയ്തത്? തിമത്തിയോസ് പഠിച്ചത് അല്ലേ? എപ്പോ തൊട്ടാണ് പൗലോസ് പറയുന്നത്? നിന്റെ ബാല്യം മുതൽ. അപ്പോൾ പൗലോസിൽ നിന്ന് ഈ തിമത്തിയോസ് പഠിക്കുന്നതിന് മുൻപ് ഈ ബാല്യത്തിൽ പഠിച്ചത് ആരിൽ നിന്നാണ് നമുക്കറിയാം. ആരിൽ നിന്നാ? ബാല്യത്തിൽ പഠിച്ചത് ആരിൽ നിന്നായിരിക്കും? അത് തൻ്റെ അമ്മ യൂനിക്കയിൽ നിന്നും വലിയമ്മ ലോവീസിൽ നിന്നും ആയിരിക്കും. അതായിരിക്കും പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? അതാണ് പൗലോസ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പൗലോസ് തിമത്തിയോസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്.
നിന്റെ വിശ്വാസം ഓർത്ത് ഞാന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ആ വിശ്വാസം നിന്റെ അമ്മ യൂനിക്കയിലും നിന്റെ വലിയമ്മ ലോയിസിലും ഉണ്ടായിരുന്നുവെന്ന് പൗലോസ് തിമോഥെയോസിനെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസവും ഈ തിരുവെഴുത്തുകളെ കുറിച്ചുള്ള പഠനവും വാസ്തവത്തിൽ തിമോഥെയോസിന് എവിടെ നിന്നാണ് ആദ്യം ലഭിച്ചത്? തൻ്റെ അമ്മ യൂനിക്കയിൽ നിന്നും തൻ്റെ വലിയമ്മ ലോയിസിൽ നിന്നും ലഭിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അങ്ങനെ പഠിച്ചിരിക്കുന്നതിനാൽ നീ അത് ഹൃദയസ്ഥമാക്കിയിരിക്കുകയാൽ നീ അതിൽ നിലനിൽക്കണം എന്നാണ് പൗലോസ് തിമോഥെയോസിനെ ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, ദൈവവചന പഠനമെന്നുള്ളത് നമ്മുടെ ജീവിതത്തെ വളരെ രൂപാന്തരപ്പെടുത്തുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രത്തോളം ദൈവവചനം പഠിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ജീവിതത്തിനും എന്തുണ്ടാകും? രൂപാന്തരം ഉണ്ടാകും എന്ന് നാം മറക്കരുത്. ഈ യഹൂദന്മാരെ സംബന്ധിച്ച് നാം ചിന്തിച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ന്യായപ്രമാണം പരിശീലിപ്പിക്കുമായിരുന്നു. അത് അവരുടെ ഒരു പശ്ചാത്തലമാണ്. ബാല്യകാലം മുതൽ തന്നെ യഹൂദന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ കുഞ്ഞുങ്ങളെ ന്യായപ്രമാണം അവർ പരിശീലിപ്പിക്കും. ആ കാര്യത്തിൽ അവർക്ക് വലിയ പ്രശംസയാണുള്ളത്. ആ വിഷയത്തിൽ വാസ്തവത്തിൽ അവരെ കുറിച്ച് പറയുന്നത്, ഒരു എബ്രായ ബാലൻ അവന്റെ പേര് പറയാൻ മറന്നാലും ന്യായപ്രമാണം മറക്കാത്ത നിലയിൽ അതവൻ ഹൃദയസ്ഥമാക്കും എന്നാണ് അവരുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പറച്ചിൽ. അങ്ങനെ തിമോഥെയോസും ചെറുപ്രായത്തിൽ തന്നെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിക്കുവാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ ന്യായപ്രമാണം പഠിക്കുവാനായിട്ട് ഇടയായി. ആ കാര്യം പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. അപ്പം പൗലോസ് പറയുകയാണ്, നീ പഠിച്ചതിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. നീ ബാല്യം മുതൽ പഠിച്ചു വെച്ചതിൽ നീ എന്ത് ചെയ്യണം? നിലനിൽക്കണം. അപ്പൊ അതിന് രണ്ട് ന്യായങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ആരോട് പഠിച്ചു എന്ന് നീ ഓർക്കണം. പഠിച്ചതിൽ നിലനിൽക്കണം എന്ന് പറയുന്നതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങൾ പൗലോസ് അവിടെ ഓർപ്പിക്കുകയാണ്. ഒന്ന്, ആരോട് പഠിച്ചു എന്ന് നീ ഓർക്കണം. തിമോഥെയോസ് കൂടുതൽ പഠിച്ചത് വാസ്തവത്തിൽ ആരിൽ നിന്നാണ്? പൗലോസിൽ നിന്നാണ്. മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അമ്മ യൂനിക്കയിൽ നിന്നും വലിയമ്മ ലോയിസിൽ നിന്നും താന് പഠിക്കുവാനിടയായി. അപ്പൊ നീ പഠിച്ചതിൽ നിലനിൽക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ തന്നെ ഈ രണ്ട് കാര്യം കൂടെ നീ ശ്രദ്ധിക്കണം. ഏതൊക്കെയാ? ഒന്ന്, ആരോട് പഠിച്ചു എന്ന് നീ ഓർക്കണം. മാത്രമല്ല, തിരുവെഴുത്ത് എന്ത് ചെയ്യുന്നു? രക്ഷയ്ക്ക് നിന്നെ ജ്ഞാനിയാക്കും. കണ്ടോ? അപ്പോ ദൈവത്തിന്റെ വചനം പഠിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? അത് രക്ഷയ്ക്ക് നമ്മെ ആരാക്കും? ജ്ഞാനിയാക്കി തീർക്കുവാനിടയാകും. നമുക്ക് ഈ രക്ഷയെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം തരുന്നത് ദൈവവചനമാകട്ടോ. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് നമ്മെ രക്ഷിക്കുന്ന വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മെ രക്ഷിക്ക് ജ്ഞാനിയാക്കുക മാത്രമല്ല, അത് നമ്മെ രക്ഷിക്കുകയും ചെയ്യും.
നമുക്കറിയാം, രക്ഷ അവകാശപ്പെടുന്നത് ക്രിസ്തുയേശുവിലെ വിശ്വാസത്താലാണ്, അല്ലെ? ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം വിശ്വസിച്ചത് മാത്രമല്ല, വിശ്വസിച്ചത് മുഖാന്തരം അതിന്റെ പ്രവൃത്തി ഇല്ലെങ്കിൽ കേവലം തിരുവെഴുത്തിന്റെ വായന മാത്രമേ ശേഷിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ദൈവവചനം വായിച്ചെന്ന് മാത്രം, അല്ലെങ്കിൽ പഠിച്ചെന്ന് മാത്രമേ ശേഷിക്കത്തുള്ളൂ. അപ്പം നാം ദൈവത്തിന്റെ വചനം പഠിച്ചത് മുഖാന്തരം ഉണ്ടായതായിരിക്കുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ എന്ത് ചെയ്യണം? വെളിപ്പെടണം. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇല്ലെങ്കിൽ അത് നിർജീവമാണ്. അത് യാക്കോബ് പറഞ്ഞിട്ടുണ്ടല്ലേ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നുവെന്ന് യാക്കോബ് അപ്പോസ്തലൻ പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ രക്ഷ നമുക്ക് ലഭിക്കുന്നത് സൽപ്രവൃത്തിയാലോ സ്നാനത്താലോ ഒരു സഭയിൽ സഭയുടെ അംഗമെടുത്താലോ ലഭിക്കുന്നതല്ല. രക്ഷ ലഭിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തു യേശുവിലെ വിശ്വാസത്താലാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് തിരുവെഴുത്തിന്റെ നിരന്തര സാക്ഷ്യം എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ പൗലോസ് തിമോഥെയോസിനെ ഓർപ്പിക്കുന്ന എന്താണ്? നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ എന്ത് ചെയ്യണം? നിലനിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം കാര്യത്തിൽ നിലനിൽക്കണമെന്ന് ഞാൻ പറയാൻ പോകുക. ഏതെല്ലാം കാര്യങ്ങളിൽ ദൈവമക്കൾ നിലനിൽക്കണം? ഇവിടെ നമ്മൾ വായിച്ചത് തന്നെ ഒന്നാമത്, പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കണം. പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കണം. രണ്ട്, കർത്താവിൽ നിലനിൽക്കണം. ഫിലിപ്പിയർ 4:1. മോളത്തെ റെഫറൻസ് എഴുതിയോ? 2 തിമോഥെയോസ് 3:14-15. രണ്ട്, കർത്താവിൽ നിലനിൽക്കണം. ഫിലിപ്പിയർ 4:1. 3, വിശ്വാസത്തിൽ നിലനിൽക്കണം. അപ്പോസ്തലപ്രവൃത്തി 14:22. അടുത്തത്, ദൈവകൃപയിൽ നിലനിൽക്കണം. ദൈവകൃപയിൽ നിലനിൽക്കണം. അപ്പോസ്തലപ്രവൃത്തി 13:43. അടുത്തത്,
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. യോഹന്നാൻ 15:9. അടുത്തത് വചനത്തിൽ നിലനിൽക്കണം. യോഹന്നാൻ 8:31. അടുത്തത് വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിൽക്കണം. ഒന്ന് തിമോഥെയോസ് 2:15. അത് മലയാളത്തിൽ അതിന്റെ ശരിയല്ല, ഇംഗ്ലീഷിലാണ് ആ വാക്യം. വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിൽക്കണം. 1 തിമോഥെയോസ് 2:15. അതുപോലെ പ്രാർത്ഥനയിൽ നിലനിൽക്കണം. കൊലോസ്യർ 4:2. അതും ഇംഗ്ലീഷ് തർജ്ജിമയിലാണ് അതിന്റെ ശരിയായ തർജ്ജിമ. കൊലോസ്യർ 4:2. മലയാളത്തിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിനെന്നാണ്, എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ പ്രാർത്ഥനയിൽ നിലനിൽക്കണമെന്നാണ്. നമുക്ക് മടങ്ങി വരാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു എന്ന് പറഞ്ഞ് 3-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പരിജ്ഞാനപൂർത്തിയിൽ എത്തിച്ചേരണം എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയുകയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് ആരാകണം? തികഞ്ഞവനാകണം. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ വിഷയം തിരുവെഴുത്തുകളെല്ലാം എന്താണ്? ദൈവശ്വാസീയമാണ്. ദൈവശ്വാസീയമാണ്. അത് പഠിപ്പിക്കാനും ശാസിക്കാനും തെറ്റുതിരുത്തുവാനും നീതിയിലുള്ള പരിശീലനത്തിനും അവ പ്രയോജനപ്പെടുന്ന ഒന്നാണ് എല്ലാ തിരുവെഴുത്തും, ദൈവത്തിന്റെ സകല വചനവും. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യൻ പരിപൂർണനാകുകയും സകല സൽപ്രവൃത്തിക്കും അവൻ പ്രാപ്തനാകുകയും ചെയ്യുകയാണ്. അതാണ് അതിന്റെ ശരിയായ തർജ്ജിമ. പഠിക്കാനും ശാസിക്കാനും തെറ്റുതിരുത്തുവാനും നീതിയിലുള്ള പരിശീലനത്തിനും അവ പ്രയോജനപ്പെടുന്നു.
അങ്ങനെ ദൈവത്തിന്റെ മനുഷ്യൻ പരിപൂർണനാകുകയും സകല സൽപ്രവൃത്തിക്കും പ്രാപ്തനാകുകയും ചെയ്യുന്നു എന്നാണ് ആ വാക്യത്തിന്റെ ശരിയായ തർജ്ജമയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പൗലോസ് ഈ ലേഖനം എഴുതുന്ന കാലത്ത് പഴയ നിയമം മാത്രമായിരുന്നില്ല കേട്ടോ, അതോട് ചേർന്ന് ആ കാലത്തുള്ള അപ്പോസ്തലന്മാരും എഴുതിയതായ ലേഖനം ഉൾപ്പെടെയാണ് തിരുവെഴുത്തെന്ന് പൗലോസ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പൗലോസ് ലേഖനം എഴുതുന്നതിന് മുമ്പ് തന്നെ ആ കാലത്തുള്ളതായിരിക്കുന്ന പല എഴുത്തുകാരും ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളൊക്കെ സഭകളിലേക്ക് കൊടുത്തയക്കുകയും സഭകളിൽ അത് വായിക്കുകയും ചെയ്യുന്നതായ ഒരു രീതി അന്നുണ്ടായിരുന്നു. നമ്മുടെ പക്കലിരിക്കുന്നതായിരിക്കുന്ന ബൈബിൾ അന്ന് രൂപപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിലും യഹൂദന്മാർക്ക് പഴയ നിയമ ഭാഗങ്ങൾ ചുരുളുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് കൂടാതെ പുതിയ നിയമ സഭാ സ്ഥാപനത്തിന് ശേഷം ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ, അതായത് അപ്പോസ്തലന്മാര് സഭകൾക്ക് ലേഖനങ്ങൾ എഴുതി അയച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് പൗലോസ് ഇവിടെ തിരുവെഴുത്ത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പൗലോസ് എഴുതിയതായിരിക്കുന്ന ലേഖനങ്ങളെ പത്രോസ് തന്നെ തിരുവെഴുത്തായി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന് ഒരു തെളിവായിട്ടൊരു വാക്യം വായിക്കാമോ? പൗലോസ് എഴുതിയതായിരിക്കുന്ന ലേഖനങ്ങളെ പത്രോസ് വായിക്കുകയും അറിയുകയും ചെയ്തിട്ട് അതിനെ താൻ അംഗീകരിച്ചതായിട്ട് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ അത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് വായിക്കാമോ? 2 പത്രോസ് 3:15-16. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് 2 പത്രോസ് 3:15. ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. എന്നാൽ അപ്പൊ നോക്കിക്കേ, ആ കാലത്ത് പൗലോസ് എഴുതിയതായിരിക്കുന്ന ലേഖനങ്ങൾ പത്രോസ് വായിക്കുകയും ആ ലേഖനങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് പത്രോസിന്റെ ലേഖനത്തിൽ താൻ എഴുതി വെച്ചത്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അപ്പോ പത്രോസ് പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ചു നോക്കിയിട്ട് പറയുകയാണ്, പൗലോസ് എഴുതിയതായിരിക്കുന്ന ലേഖനങ്ങളിൽ ചിലത് ഗ്രഹിപ്പാൻ പ്രയാസമുള്ളതാണ് എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ഭാഷയും പൗലോസിന്റെ ചിന്തയും അത്രമാത്രം ഗഹനമായിരുന്നു
എന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പോ ആ കാലത്ത് തന്നെ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ കൂടാതെ പത്രോസ് എഴുതിയ ലേഖനങ്ങളെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പൗലോസ് ഇവിടെ എടുത്ത് തിരുവെഴുത്തെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ എഴുത്തുകളൊന്നും അവരവരുടെ ഇഷ്ടത്താലോ സ്വന്തം അഭിപ്രായ പ്രകാരമോ എഴുതിയതല്ല. പിന്നെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരിതരായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയതായ കാര്യങ്ങളാണ് എഴുതുവാനായിട്ട് ഇടയായത്. വിവിധ പ്രായത്തിലുള്ളവരും പല കാലഘട്ടത്തിലും വംശത്തിലുള്ളവരും ഒക്കെയാണ് എഴുതിയതെങ്കിലും അവരുടെ ഭാഷയും വാക്കും രചനാരീതിയും ഒക്കെ ദൈവത്തിന്റെ കൃപയായിരുന്നുവെന്ന് നാം ഇതിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല എല്ലാ തിരുവെഴുത്തും പൗലോസ് പറയുകയാണ്, എല്ലാ തിരുവെഴുത്തും എങ്ങനെയുള്ളതാണ്? ദൈവ ശ്വാസീയമാണ്, അല്ലേ? അങ്ങനെയാണ് പൗലോസ് 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ബ്രീത്തഡ് എന്നാണ്, അത് ദൈവത്തിന്റെ ശ്വാസമടങ്ങിയതാണ് എന്നാണ് അതിന്റെ അർത്ഥം. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഈ അർത്ഥം വരുന്ന ഈ വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നിരുന്നാലും ഈ ആശയം ദൈവവചനത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിരുവെഴുത്തെല്ലാം എങ്ങനെയുള്ളതാണ്? ദൈവശ്വാസീയമാണ്, അവ പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്ന തിമോത്തിയോസും അത് പ്രയോജനപ്പെടുത്തണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നീ ഈ ദൈവശ്വാസീയമായ വചനം നീയും പഠിച്ച് സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് നീ ആരാകണം? തികഞ്ഞവനാകണം. ഉണ്ടോ? ഇവിടെയും മുമ്പേ പറഞ്ഞതായിരിക്കുന്ന ആശയം വരുന്നതായ ഒരു പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. നീയും ദൈവവചനം പഠിച്ച് ആ വിധത്തിൽ തികഞ്ഞവനാകണം എന്നാണ് തിമോത്തിയോസിനെ പൗലോസ് പറഞ്ഞ് ഈ ഭാഗം കേൾപ്പിക്കുന്നത്. അതെന്തിനാണെന്നറിയാമോ? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. നോക്കിക്കേ, അപ്പം ഇവിടെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു? ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിലെ അഭ്യാസനം, ഇതൊക്കെയാണ് അതിന്റെ ഫലങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം ഉപദേശിക്കാനുള്ളതാണ്, അല്ലേ? ടീച്ചിങ്, പഠിപ്പിക്കാനുള്ളതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഗഹനമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. തൃത്വം, ദൈവത്തിന്റെ ദൂതന്മാർ, മനുഷ്യൻ, പാപം, രക്ഷ, വിശുദ്ധീകരണം, സഭയുടെ ഭാവി കാര്യങ്ങൾ, ഇതൊക്കെ പഠിപ്പിക്കേണ്ടതായ വിഷയങ്ങളാണ്. അപ്പോൾ അത് പഠിപ്പിക്കണമെങ്കിൽ നീ തിരുവെഴുത്തുകളിൽ എന്ത് ചെയ്യണം? എല്ലാറ്റിലും നീ തികഞ്ഞവനായിരിക്കണമെന്നാണ് പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നത്. ക്രിസ്തുവിനുള്ള ദൈവത്തിന്റെ വെളിപ്പാടിനെ കുറിച്ച് അറിവ് പകർന്നു കൊടുക്കുന്ന പ്രവൃത്തി മറ്റെല്ലാറ്റിനും അടിസ്ഥാനം ദൈവത്തിന്റെ വചനമാണ് കേട്ടോ. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ ഇടയാകരുത്. ഈ ക്ലാസ്സുകളിൽ ദൈവവചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ വചനമായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അവരങ്ങനെ പറയും, ഇവരിങ്ങനെ പറയും, അവിടെ അത് കാണും, ഇവിടെ ഇത് കാണും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ. ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ദൈവവചനത്തെ വിട്ട് ഇടം വലം മാറുവാൻ ഒരു കാരണവശാലും
ഇടയാകരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അപേക്ഷ. നമ്മെ തെറ്റിക്കുവാനായിട്ട് പല നിലകളിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ലോകത്തിൽ നടക്കും. എന്നാൽ അതിന് വില കൊടുക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പുതിയ നിയമത്തിൽ മാത്രമാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ വിവരണങ്ങളും കർത്താവിന്റെ ഉപദേശങ്ങളും ഇതെല്ലാം ലഭിക്കുന്നത് ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ നിന്നാണ്. അത് ശാസനത്തിനും കാരണമാണ്. ഉപദേശത്തിൽ ജീവിതത്തിലുള്ളതായി തെറ്റുകൾ കാണുമ്പോൾ സ്നേഹത്തിൽ ശാസിക്കണം. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഉപദേശിക്കാൻ മാത്രമുള്ളതല്ല, തെറ്റ് കണ്ടാൽ ശാസിക്കണം. അതിനും കൂടിയാണ് ദൈവവചനം എന്ന് പറഞ്ഞാൽ അപകടം ചൂണ്ടിക്കാണിക്കണം. ദുരുപദേശങ്ങളെയും ദുരുപദേഷ്ടക്കന്മാരെയും തുറന്നു കാട്ടണം. ദുരുപദേശം കേട്ടാൽ അത് ദുരുപദേശമാണെന്ന് തന്നെ പറയണം. മാത്രമല്ല, അവിടെ ഗുണീകരണം ഉണ്ടാകണം, തെറ്റ് തിരുത്തുന്ന അനുഭവം ഉണ്ടാകണം. ശരിയായ പാത ചൂണ്ടിക്കാണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മള് കള്ളനിനി മോഷ്ടിക്കാതിരിക്കണമെന്ന് മാത്രമല്ല പ്രമാണം, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ തക്കവണ്ണം അവൻ കൈകൊണ്ട് അധ്വാനിക്കുകയും വേണം എന്ന് അനുശാസിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പൊ ഈ ഭാഗത്തിലെ കാര്യങ്ങള് നാം ശ്രദ്ധിച്ചാൽ ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൗലോസ് തിമോഥെയോസിനെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ വചനത്തിൽ ഉറച്ചു നിൽക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന കാര്യം പറഞ്ഞാണ് ഈ 3-ാം അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിന് നമുക്ക് വളരെ പ്രാധാന്യം കൊടുക്കാം. ദൈവവചനം വിട്ട് നാം ഇടം വലം മാറാതെ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ സമയം തീരുന്നതാകും.